ലാലേട്ടൻ ഇതല്ലാത്തൊരു ഭാവമുണ്ടോ? കുറച്ചുകൂടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ടർ ആസ് എ ഫിലിം ആക്ടർ മൈ സ്പാൻ ഓഫ് ലൈഫ് ഇസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട്. അത് കഴിഞ്ഞാൽ ഞാൻ വേറെ ആൾ തന്നെയാണ്. അപ്പോൾ ആ സിനിമകളെക്കുറിച്ചാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് മോഹൻലാലിനെ കുറിച്ചല്ല. അല്ല, മോഹൻലാലിന്റെ വ്യക്തിയെക്കുറിച്ചല്ല, ആ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും വ്യക്തി എങ്ങനെയാണ് നമുക്കറിയില്ല. ഇറ്റ് ഈസ് വെരി വെരി ഹൈലി പേഴ്സണൽ. ഞാൻ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചില്ല. പിന്നെ സുഹൃത്തുക്കളാരൊക്കെ? വളരെയധികം സുഹൃത്തുക്കളുണ്ട്. എന്നാൽ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വിരലെണ്ണാൻ സുഹൃത്തുക്കളെ ശരിക്കും ഉണ്ടാകാറുള്ളൂ. ഉണ്ട്. പേഴ്സണൽ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? സിനിമയിലല്ലാത്ത സുഹൃത്തുക്കൾ. കാരണം സിനിമയിലുള്ള ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം, അങ്ങനെ എല്ലാവർക്കും അറിയാൻ പറ്റും. അല്ല, സിനിമയിലുള്ള സുഹൃത്തുക്കൾ അങ്ങനെയല്ല. സുഹൃത്തെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മളെ എല്ലാ തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. അങ്ങനല്ലേ? അയാളുടെ നല്ല കാര്യങ്ങളും ചീത്തയും എന്ന് നല്ല കാര്യങ്ങളേ ഉള്ളൂ, ചീത്തയില്ല. അങ്ങനെയാണല്ലോ. അയാൾ ഇന്ന ഇത് കൊള്ളാം, അയാൾ എങ്ങനെ ചെയ്യുമ്പോൾ കൊള്ളില്ല, അയാൾ ആ സിനിമ ഓടിയപ്പോൾ നന്നായിട്ടുണ്ട്, ഇത് മോശമായപ്പോൾ എൻ്റെ അങ്ങനെയല്ല. നമ്മളെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആരാണോ അയാൾ എൻ്റെ സുഹൃത്താണ്, ഞാൻ അയാളുടെ സുഹൃത്താണ്. പൊളിറ്റിക്കലാണോ എങ്ങനെ പേഴ്സണൽ ലൈഫിൽ? ഞാനോ? എനിക്കങ്ങനെ കക്ഷി രാഷ്ട്രീയമില്ല. പക്ഷേ രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ വായിക്കാനും താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിലേക്കൊന്നും വിദ്യാർത്ഥി രാഷ്ട്രീയം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ സിനിമകളിലാണ്. എന്താ വ്യക്തിയുടെ അഭിപ്രായം എന്താണ്? കാരണം ഇപ്പോൾ ഒരു ഡിബേറ്റ് കിടക്കുകയാണ് അതിനെക്കുറിച്ച്, വിദ്യാർത്ഥി രാഷ്ട്രീയം. നമ്മൾ അന്ന് പഠിച്ചിരുന്ന സമയത്ത് പോലെയല്ല രാഷ്ട്രീയമൊന്നുമല്ല. ശരിക്കും അത് പാടില്ല എന്ന് പറയുന്നത് തന്നെയാണ് അല്ലേ. ഒരാളെ ഫോഴ്സ് ചെയ്ത് ചേർക്കണ്ടല്ലോ, ഭയങ്കര ത്രട്ടൻ ചെയ്ത് അങ്ങനെയൊന്നുമല്ല. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനാണ് എൻ്റെ വഴി തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ. ഞാനാണ് ഇന്ന ആളാണ് എൻ്റെ. പക്ഷെ അതുകൊണ്ട് തന്നെ പാടില്ല എന്ന് പറയുന്നതും ശരിയാണോ? നമുക്ക് പാടില്ല എന്ന് ആര് പറയുന്നു? അതാണ് പറഞ്ഞത്. പാടില്ല എന്ന് പറയുന്നത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഒരാൾ പാടില്ല എന്ന് പറഞ്ഞാലും ഞാനല്ലേ എൻ്റെ. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ്. പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ കോളേജ്. നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് കക്ഷി രാഷ്ട്രീയമില്ല. കൂടുതൽ ഫ്രണ്ട്സ് ഉള്ള സമയത്ത് അവരുടെ കൂടെ പോയി, അത് കഴിഞ്ഞ് മാറി. പക്ഷെ അന്ന് അതിലുള്ള ആൾക്കാരൊക്കെ വീണ്ടും വളരെ കഷ്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും കാണുന്നു. പലപ്പോഴും എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകാം ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. അല്ലേ? ബാക്കിയുള്ള എന്തെങ്കിലും ബിസിനസ് വെഞ്ചേഴ്സിലേക്ക് ഇപ്പം മോഹൻലാൽ ടേസ്റ്റ് ബഡ്സ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്താ ബാക്കി ബിസിനസ് വെഞ്ചേഴ്സ് എന്തൊക്കെയാണ് പൊതുവെ എന്തിലൊക്കെ ആയിരിക്കും? കാര്യം മോഹൻലാൽ എനിക്ക് ചില റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. വി ആർ കമ്മിങ് ഔട്ട് വിത്ത് സം ഹോട്ടൽസ്. എറണാകുളത്തും ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്. അതൊക്കെ സംഭവിക്കുന്നതാണ് അല്ലേ. നാളെ രാവിലെ എൻ്റെ ഒരു ഹോട്ടൽ തുടങ്ങാമെന്നല്ല, അതങ്ങനെ സംഭവിച്ചു വരികയാണ്. അപ്പോൾ അത്തരം വളരെ ശക്തമായ ഇതാണ് എൻ്റെ ബിസിനസ് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. സംഭവിക്കട്ടെ, നല്ല കാര്യങ്ങൾ എല്ലാവർക്കും സംഭവിക്കും. ഒന്ന് രണ്ട് കാര്യം കൂടെ, എത്ര വർഷം ഇനിയും സിനിമയെ തുടരാമെന്നാണ് പ്രതീക്ഷ? നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ വേണമെങ്കിലും റെഡിയാണ് സിനിമയിൽ നിന്ന് മാറാനും, അല്ലെങ്കിൽ ആ 10 വർഷം സിനിമയിൽ അഭിനയിക്കാനും. നമുക്കറിയില്ലല്ലോ ഇത് എത്ര വർഷം. അതൊക്കെ വിധിയാണല്ലേ പലപ്പോഴും ഒരു വിധി. പിന്നെ ഇത് ഞാൻ പറയട്ടെ, ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ ഇതിനെക്കുറിച്ച് ഭയങ്കരമായ പേടികളും കോംപ്ലിക്കേഷനും ഉണ്ടാകുന്നത്. അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാം, ഇന്നിൽ ജീവിക്കാൻ. എന്താണ് പ്രേക്ഷകരോട് അവസാനം എന്താണ് പറയാനുള്ളത്? അവസാനമായി ഒരു മെസ്സേജ് എന്ന് നമ്മൾ പറയാനുണ്ട്. പലപ്പോഴും ക്ലീഷ ആണെങ്കിൽ പോലും ഈ അവസാനം കേൾക്കുന്ന മെസ്സേജ് എല്ലാവർക്കും വളരെ താല്പര്യത്തോടെ. അതിനൊരു മെസ്സേജായിട്ട് പറയാനൊന്നുമില്ല. നമുക്ക് പറയേണ്ടത് ഏതായാലും നല്ലൊരു ദിവസമായി മാറട്ടെ, നല്ലത് വരട്ടെ.